എൻ്റെ പേര് ജിഷ സിബി. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കൂത്രപ്പള്ളി ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ 3 അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമതായി, എൻ്റെ മോള് +2 കഴിഞ്ഞ് B2 ജർമ്മൻ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് അവൾക്ക് പോകാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ഒരു ആൻറ്റി എനിക്ക് ഈ എൽറുഹായുടെ ലിങ്ക് തന്ന് ഇവിടുത്തെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞു. എനിക്ക് ആ ലിങ്ക് കിട്ടിയത് ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ 7:30 അത്ഭുത ജപമാല കൂടി. അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ മെസ്സേജ് തന്നു, ജർമ്മനി എന്ന രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതെന്ന്. ആ മെസ്സേജ് എനിക്കുള്ളതായിട്ട് കരുതി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. സെപ്റ്റംബറിലാണ് ഞാനിത് കണ്ടത്. ഒക്ടോബർ മാസത്തിൽ എൻ്റെ മോൾക്ക് ആദ്യത്തെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ 2ഉം പാസ്സായി. ഡിസംബറിൽ അവൾക്ക് വിസയുടെ ഇതിന് വെച്ചു. ഞാൻ അതിനു മുമ്പ് തന്നെ 33 പ്രാവശ്യം നിയോഗം വെച്ചുകൊണ്ട് ഈ അത്ഭുത ജപമാല കണ്ടു. ഡിസംബറിൽ വെച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ 10 പിള്ളേർ വെച്ചിൽ ഏറ്റവും ആദ്യം തന്നെ എൻ്റെ മകളെ ദൈവം അനുഗ്രഹിച്ചു. അത് ഈ അത്ഭുത ജപമാലയുടെ ദൈവം നൽകിയ അനുഗ്രഹമാണ്. അതിന് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ അമ്മയുടെ ആങ്ങളയ്ക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. തീർത്ത അവശനായി ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ ICUലായി. അതറിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഈ ഫോണുമായി ഞാൻ ഈ അത്ഭുത ജപമാല അവിടെ ഇരുന്നുകൊണ്ട് റിവൈൻഡ് അടിച്ച് കണ്ടു. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു. അച്ഛൻ എന്ന ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, സ്ട്രോക്ക് വന്ന് അവശ നിലയിലിരിക്കുന്ന ഒരു മകനെ, ICUവിൽ കിടക്കുന്ന ഒരു മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന്. അന്ന് മുതൽ എൻ്റെ കാർന്നോന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. പുള്ളിക്കിപ്പോൾ സ്വന്തമായിട്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടായ ഒരു ചേച്ചിയുടെ മോള് BSc നഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുകയാണ്. അവൾക്ക് ബ്രസ്റ്റിന് വേദനയും പഴുപ്പുമൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പം ഞാൻ ഈ അത്ഭുത ജപമാല ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നിയോഗം വെച്ച് കാണാം, ചേച്ചിയും കാണേ. അങ്ങനെ ഞങ്ങൾ 2 പേര് നിയോഗം വെച്ച് കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ അച്ഛൻ ഇവിടെ ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, പൊന്നു എന്ന് വിളിപ്പേരുള്ള ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു, ബ്രസ്റ്റിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നു. അവർ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഒരു സർജറിയുടെ ആവശ്യമില്ല, 10 ദിവസത്തേക്ക് നീ മരുന്ന് കഴിക്കുക, നിനക്കിനി മരുന്ന് കഴിക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ദൈവമാതാവിനും അന്തോനിസ് പുണ്യാളിനും കോടാനുകോടിയും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്ത് ഇതിലൊരു പ്രേക്ഷിത പ്രവർത്തനയാകാൻ സാധിച്ചതിന് ദൈവത്തിന് 1000 നന്ദി പറയും. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം.